നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് KSU. SLRC ലേഡീസ് വിംഗ് 1ാം വർഷ ബാച്ചിന്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ആചാര്യ ശ്രീ രാജേഷ് നയിക്കുന്ന വേദപുഷ്പം യൂട്യൂബ് വേദസൂക്ത പഠന പദ്ധതിയുടെ 100ാം ദിവസ ആഘോഷം നടന്നു. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച KP സക്കീറിന് INTUC-യുടെ സ്വീകരണം. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് KSU. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷാവസ്ഥയിലെത്തി. പോലീസ് ജലപീരങ്കിയും ലാത്തിയും പ്രയോഗിച്ചു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് KSU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ലാത്തിയും പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ തകർത്ത പ്രവർത്തകർ അതുമായി റോഡ് ഉപരോധിച്ചു. റോഡിൽ നിന്നും പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നതിനിടെ പോലീസുകാരും പ്രവർത്തകർക്കും തമ്മിൽ സംഘർഷമുണ്ടായി. KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ഉൾപ്പെടെ 30ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. NSU ജനറൽ സെക്രട്ടറി KM അഭിജിത്ത് തുടങ്ങിയ നേതാക്കൾ മാർച്ചിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SLRC ലേഡീസ് വിംഗ് 1ാം വർഷ ബാച്ചിന്റെ ഉദ്ഘാടനം അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. SSA കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ AP ആരിഫ് സൈൻ ഉദ്ഘാടനം ചെയ്തു. SLRC ലേഡീസ് വിംഗിന്റെ 1ാം വർഷ ബാച്ചിന്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും SLRCയിൽ നടന്നു. SSA കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ AP ആരിഫ് സൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ അബ്ദുസ്സലാം മൗലവി സജീവമായ കാലത്ത് KV അല്ലെങ്കിൽ KVയുടെ പ്രായത്തിലുള്ള ആളുകൾ ഈ രംഗത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം 60കളുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം രോഗിയായി കഴിഞ്ഞു, അത് നിർത്തി കഴിഞ്ഞു. അപ്പോൾ പിന്നെ KV ഇതിൻ്റെ നൂൽബന്ധങ്ങൾ കണ്ടെടുക്കുന്നത് അദ്ദേഹത്തിൽ നിന്നാണെങ്കിൽ പോലും ഇങ്ങനൊരു മഹാപ്രസ്ഥാനമായി ഈ SLRC വളർന്നു വന്നത് തികച്ചും അദ്ദേഹത്തിൻ്റെ സ്വന്തം അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി അദ്ദേഹത്തിൻ്റെ മനോദാർഢ്യം, നിശ്ചയദാർഢ്യം, അതൊക്കെ പിന്നെ വിഷനറിയാണ്. വിഷൻ അവതരിപ്പിച്ച് അത് ഇക്കോലത്തിൽ പ്രാവർത്തികമാക്കാൻ. പരിപാടിയിൽ SLRC സെക്രട്ടറി KM മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. എടവണ്ണ ജാമിയ നദവിയ ഡയറക്ടർ ആദിൽ ആത്തിഫ് അവാർഡ് ദാനം നിർവഹിച്ചു. SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി ക്ലാസ് വിശദീകരിച്ചു. SLRC ജനറൽ സെക്രട്ടറി K ഇഫ്തിഖാർ, ഡോക്ടർ ബീന സുൽഫിക്കർ, ഷബിന ഇഫ്തിഖാർ, N നസീമ, M ഹാരിസ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആചാര്യ ശ്രീ രാജേഷ് നയിക്കുന്ന വേദപുഷ്പം യൂട്യൂബ് വേദസൂക്ത പഠന പദ്ധതിയുടെ
100ാം ദിവസാഘോഷം നടന്നു. അലിഗർ മുസ്ലിം സർവകലാശാല മലയാളം പ്രൊഫസർ TN സതീശൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ വേദപണ്ഡിതനായ ആചാര്യശ്രീ രാജേഷ് അവതരിപ്പിക്കുന്ന വേദപുഷ്പം യൂട്യൂബ് സീരീസ് 100 എപ്പിസോഡ് എന്ന നാഴികക്കല്ലിനോടടുക്കുകയാണ്. വേദസൂക്തങ്ങളെ ഓരോന്നായി പഠിപ്പിക്കുന്ന ബൃഹത്തായ പദ്ധതിയാണ് ആചാര്യശ്രീ രാജേഷ് അവതരിപ്പിക്കുന്ന വേദപുഷ്പം യൂട്യൂബ് സീരീസ്. മന്ത്രം ചൊല്ലാനും മന്ത്രത്തിന്റെ പദം പിരിച്ചുള്ള അർത്ഥവും മന്ത്രങ്ങളുടെ ഋഷി, ദേവത, ഛന്ദസ് തുടങ്ങിയവയുമാണ് പഠിപ്പിക്കുന്നത്. വേദപുഷ്പം യൂട്യൂബ് സീരീസിന്റെ 100ാം ദിവസാഘോഷങ്ങൾ അലിഗഡ് മുസ്ലിം സർവകലാശാല മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് വിഭാഗം മലയാളം പ്രൊഫസർ TN സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ സുദിനം വേദത്തെ ഉൾക്കൊള്ളുന്ന, വേദത്തെ ആരാധിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെ ഒരു സുദിനമാണ്. അഭിമാനത്തിൻ്റെയും അനുഭൂതിയുടെയും നിമിഷമാണ്. 100 ദിവസങ്ങളായി തുടർന്നു പോരുന്ന ഈ വേദസഞ്ചാരത്തിൻ്റെ പാതയിലെ നിർണായകമായ ഒരു നാഴികക്കല്ലാണ് ഇന്നത്തെ ഈ ദിവസം. കാലാതിവർത്തിയായി ശോഭിക്കുന്ന വേദത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതോടൊപ്പം അതിൻ്റെ കാലിക പ്രസക്തിയും പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന സന്ദർഭം കൂടിയായി ഞാൻ ഈ അവസരത്തെ കാണുകയാണ്. 100 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ പ്രതീകമാണ്, ഗതിവേഗത്തിൻ്റെ പ്രതീകമാണ്, പുരോഗതിയുടെ പ്രതീകമാണ്, അതുപോലെ മികവിൻ്റെ പ്രതീകമാണ്. 100 മീനിങ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മികവാണ് നാം കണ്ടെത്തുന്നത്. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ വേദിക് ഇൻസ്ട്രക്ടർ K. ശശിധരൻ വൈദിക് അധ്യക്ഷത വഹിച്ചു. ശ്രീരാമകൃഷ്ണ മിഷൻ കോഴിക്കോട് മഠാധിപതി സ്വാമി നരസിംഹാനന്ദ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വേദിക് ഇൻസ്ട്രക്ടർമാരായ P. ജയദേവൻ, SN ശ്രീലക്ഷ്മി തുടങ്ങിയവരും സംസാരിച്ചു. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ കുലപതി ആചാര്യശ്രീ രാജേഷ് മറുമൊഴി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച KP സക്കീറിന് ഇന്ത്യൻ നാഷണൽ സാലറീഡ് എംപ്ലോയീസ് ആൻഡ് പ്രൊഫഷണൽ വർക്കേഴ്സ് ഫെഡറേഷൻ സ്വീകരണം നൽകി. പരിപാടിയിൽ സംഘടനാ അംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ സാലറീഡ് എംപ്ലോയീസ് ആൻഡ് പ്രൊഫഷണൽ വർക്കേഴ്സ് ഫെഡറേഷൻ INCയുടെ ആഭിമുഖ്യത്തിൽ 20 വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്നും വിരമിച്ച KP സക്കീറിന് സ്വീകരണം നൽകി. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ INTUC അഖിലേന്ത്യാ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയേറെ ജനശ്രദ്ധ ആകർഷിച്ച, പ്രത്യേകിച്ച് നഗരത്തിൽ ചുമട്ടുതൊഴിലാളി മേഖലയിൽ സക്കീറിനെ പോലെ ഒരു നേതാവ് ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം സക്കീർ ചുമട്ടെടുത്ത് കൊണ്ടുപോകുന്ന എത്രയോ കണ്ട ആളാണ് ഞാൻ മാതൃഭൂമി ലേഖന നിലയ്ക്ക് നഗരത്തിലായിരുന്നു മാതൃഭൂമിയിലെ തുടക്കത്തിൽ എൻ്റെ സേവനം. അപ്പം നഗരത്തിലെല്ലാ മുക്കും മൂലയും ഞാൻ സഞ്ചരിക്കേണ്ടി വരാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ സക്കീറിനെ കാണാം, സക്കീറിന്റെ അധ്വാനം, ആ അധ്വാനത്തിനൊക്കെ ഉള്ള ഒരു അംഗീകാരം പിൽക്കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ചു എന്നതാണ് ഏറ്റവും നല്ല ഒരു സംഭവം. എനിക്ക് തോന്നുന്നില്ല ചുമട്ട് തൊഴിലാളി മേഖലയിൽ നല്ല ഇത്തരം അടിസ്ഥാനപരമായ, പ്രത്യേകിച്ച് താഴ്ന്നു കിടക്കുന്ന, ഇന്ന് താഴ്ന്നല്ല ഇന്ന് പൊങ്ങിയിട്ട് കൊണ്ട് തന്നെ ഈ മേഖലകളൊക്കെ, അന്ന് ജനങ്ങൾ അങ്ങനെയൊന്നും അതിനെ അംഗീകരിക്കാത്ത കാലത്ത് പ്രവർത്തിച്ചിരുന്ന സക്കീർ പിൽക്കാലത്ത് INTUCന്റെ ജനറൽ സെക്രട്ടറിയായി, കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ആവുന്ന ഒരു പക്ഷേ അത്തരം മേഖലകളിൽ നിന്നുള്ള ആദ്യത്തെ ആളായിരിക്കും സക്കീർ. അത് തന്നെ വലിയ അംഗീകാരമാണ്. അതോടുകൂടിയാണ് പിന്നെ സക്കീറിന്റെ പ്രവർത്തന ശൈലി INTUCയും കോൺഗ്രസും കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. M. സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം മുഖ്യപ്രഭാഷണം നടത്തി. MK ബീരൻ, കാവിൽ P. മാധവൻ, MP രാമകൃഷ്ണൻ, K. പത്മകുമാർ, ജബ്ബാർ കൊമ്മേരി, അഡ്വക്കേറ്റ് AV രാജീവ്, അഡ്വക്കേറ്റ് KM കാദ്രി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now,
Pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പേരാമ്പ്ര ഒലിവ് പബ്ലിക് സ്കൂളിൽ ദേശീയ വായനാ വാരാചരണത്തിന് തുടക്കമായി. എഴുത്തുകാരൻ വടേക്കണ്ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ പരിപാടികളോടെയാണ് വാരാചരണത്തിന്റെ ഭാഗമായി നടപ്പാക്കിയത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ ഉപകരിക്കുന്ന ആയുധങ്ങളാണ് പുസ്തകങ്ങളെന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ വടയക്കണ്ടി നാരായണൻ പറഞ്ഞു. ഒലിവ് പബ്ലിക് സ്കൂളിലെ ദേശീയ വായന വാരാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാരാചരണത്തിന്റെ ഭാഗമായി പുസ്തക പരിചയം, ബോധവൽക്കരണം, ബുക്ക് റിവ്യൂ, നഴ്സറി വിദ്യാർത്ഥികളുടെ അമ്മമാർക്കായി അമ്മ വായന തുടങ്ങി വിവിധ പരിപാടികളാണ് നടപ്പിലാക്കുന്നത്. റജ് ഫാത്തിമ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള റിവ്യൂ അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ KV ജോർജ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് KK നഫീസ, അക്കാദമിക് കോർഡിനേറ്റർ PC ബിനീഷ്, അധ്യാപികമാരായ മിനി ചന്ദ്രൻ, രജില കാപ്പുമ്മൽ, K ഹബീബ്, രമ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മാസാചരണ പ്രവർത്തനങ്ങളുടെയും വിദ്യാരംഗം ക്ലബിന്റെയും ഉദ്ഘാടനം എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് നിർവഹിച്ചു. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ വായന ദിന മാസാചരണ പ്രവർത്തനങ്ങളുടെയും വിദ്യാരംഗം ക്ലബിന്റെയും ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ രചനകളെയും ജീവിതത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്ററാക്ഷൻ സെഷൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നോക്കൂ, നിങ്ങൾ 10 പുസ്തകം വായിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളെ കയ്യിൽ 5 രൂപയോ 10 രൂപയോ അതില്ലാത്ത കുട്ടിക്ക് കൈ വാങ്ങാനോ പെൻസിൽ വാങ്ങാനോ കൊടുക്കുന്നതാണെന്ന് ഞാൻ പറയും. ടീച്ചർമാർ നിങ്ങളോട് വായിക്കണം. അതിൻ്റെ കൂടെ നമ്മുടെ ഒപ്പമുള്ള കുട്ടികൾ. സാധാരണ പെയിന്റിംഗ് തൊഴിലാളിയായ അബ്ബാസിന്റെ എഴുത്തിലേക്കുള്ള കടന്നുവരവിനെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ ഈ കാണുന്ന പോലെ വീക്കിലികൾ പത്രങ്ങളിലൊന്നും എഴുതി വന്ന ആളല്ല. ഫേസ്ബുക്ക് ഇൻസ്റ്റയിൽ അറിയാം. ഇൻസ്റ്റ അറിയുന്ന കുട്ടികളുണ്ടോ? ഇൻസ്റ്റ പോലെ മറ്റൊരു മാധ്യമമാണ് ഫേസ്ബുക്ക്. ഞങ്ങളൊക്കെ മാമന്മാർ കുട്ടികളുണ്ട്. അപ്പോൾ മാമന്മാരുടെ ഫേസ്ബുക്കിലാണ് ഞാൻ ആദ്യം എഴുതുന്നത്. അതാണ് എൻ്റെ പുസ്തകങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ എഴുതാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇൻസ്റ്റ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഇൻസ്റ്റയിൽ കവിത പോലെ എഴുതിയതാണ്. എഴുത്തിലേക്ക് അങ്ങനെ കിടന്നും ഉരുണ്ടൊന്നും വേണ്ട. നിങ്ങൾ ഒരുപാട് വായിക്കുക, സഹജീവികൾ അതുപോലെ കുട്ടികളെ ശ്രദ്ധിക്കുക, യവനെ ശ്രദ്ധിക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ളത് അവർക്ക് കിട്ടും. വീട്ടിൽ കിട്ടും, അച്ഛൻ്റെ കയ്യിൽ കിട്ടും, അമ്മ ഒന്ന് അടിച്ചാൽ കണ്ണുന്നറിയും, അപ്പം കിട്ടും. അത് എഴുതാനുള്ളത്. ഓക്കെ. തുടർന്ന് മാതൃഭൂമി മുൻ ചീഫ് ലൈബ്രറിയൻ P സോമശേഖരൻ തന്റെ ശേഖരത്തിൽ നിന്ന് സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകം കൈമാറി. ഹെഡ് മാസ്റ്റർ AM മനോജ് കുമാർ, PTA പ്രസിഡന്റ് P രാജേഷ്, ബിൻഷി BK, ദീപ PN, റെനീഷ T, സ്മിത KR, സെയ്ദ് ആഷിഖ് NP, അൻസീറ CV, ദീപ്തി PV, അൻഷ UR, റഫീഖ് KP, ശ്രീബ O എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നടുവട്ടം. കേരള സർക്കാരിന്റെ ആയുഷ് വകുപ്പിന് കീഴിലുള്ള നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ യോഗ ദിനം ആചരിക്കും. ജില്ലാതല ഉദ്ഘാടനം ജൂൺ 21-ന് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജൂൺ 21 നാളെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ വെച്ച് രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി ഉദ്ഘാടനം ചെയ്യുകയാണ്. അവസരത്തിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഗവാസ് അധ്യക്ഷത വഹിക്കുകയും മുഖ്യ അതിഥിയായി ബഹുമാനപ്പെട്ട കോഴിക്കോട് കളക്ടർ ശ്രീ സേനി കുമാർ സിംഗ് സാർ വരുന്നതാണ്. KMCT ആയുർവേദ കോളേജ്, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ,
ഇനിഗ്മ എന്നീ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സഹകരണത്തോടുകൂടിയാണ് ഈ വർഷത്തെ യോഗ വാരാചരണം വിവിധ പരിപാടികളോടെ ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ജൂൺ 21 ജില്ലാ ആയുർവേദ ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടക്കും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ അമ്പിളി കുമാരി, ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ ഡോക്ടർ അനീന പി, KMCT ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശുഭശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു. 21 നടക്കുന്ന അന്തർദേശീയ യോഗാ ദിനാചരണത്തിന്റെ മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച ജാഥ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് M. ഫിറോസ് ഖാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര യോഗ ദിനം കേരള സർക്കാർ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും നേതൃത്വത്തിൽ നാളെ ജൂലൈ 21 സംയുക്തമായി ആഘോഷിക്കപ്പെടുന്നു. പ്രമേഹം മുതലായ ജീവിതശൈലി രോഗങ്ങൾക്കും രോഗപ്രതിരോധ ശേഷിക്കും സാമൂഹിക ആരോഗ്യത്തിനും യോഗയിലൂടെയുള്ള ആയുർവേദ ചികിത്സ. വിളംബര ജാഥ മാനാഞ്ചിറ ചുറ്റി മുതലക്കുളത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. രാരോത്ത് ഗവൺമെന്റ് മാപ്പിള ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഗവാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ 2024-25 വർഷത്തെ വിജയോത്സവത്തിനും തുടക്കമായി. ചരിത്ര നേട്ടങ്ങളുമായി ഒരു നൂറ്റാണ്ട് പിന്നിട്ട പൊതുവിദ്യാലയമാണ് രാരോത്ത് ഗവൺമെന്റ് മാപ്പിള ഹൈസ്കൂൾ. SSLC പരീക്ഷകളിൽ തുടർച്ചയായ ഈ വർഷവും 19 ഫുൾ A+കളോടെ 100% വിജയവും സ്കൂൾ കരസ്ഥമാക്കി. താമരശ്ശേരി സബ് ജില്ലയിൽ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ USS നേടിയ ഈ വിദ്യാലയം 100ന്റെ നിറവിലാണ്. LSS, NMMS, ന്യൂമാസ്, അൽ മാഹിർ പരീക്ഷകളിൽ മികച്ച നേട്ടമാണ് ഈ വിദ്യാലയം കൈവരിച്ചത്. 2024-25 അധ്യയന വർഷത്തെ വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അരവിന്ദൻ നിർവഹിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ വിദ്യാലയത്തിലെ മുഴുവൻ SSLC വിദ്യാർത്ഥികളെയും LSS USS സ്കോളർഷിപ്പ് ജേതാക്കളെയും ചടങ്ങിൽ മൊമന്റോ നൽകി അനുമോദിച്ചു. വിദ്യാലയത്തിന്റെ പുതിയ ചുറ്റുമതിലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസ് നിർവഹിച്ചു. ഈ സ്കൂളിൽ ഒരു ഭീഷണിയായ കുറേ പാറക്കെട്ടുകൾ, ജലാശയം, അദ്ദേഹം കുട്ടികൾ പോകാനുള്ള സാധ്യത, ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ചുറ്റുമതിൽ കഴിഞ്ഞ തവണ ഒരു ആവശ്യമായിട്ട് വന്നു. അതിപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം PTM ഷറഫുന്നീസ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PC അബ്ദുൽ അസീസ്, പ്രധാനാധ്യാപിക M. ജഗന്തിനി, അക്കാദമിക് ചെയർമാൻ VT അബ്ദുറഹിമാൻ, PTA വൈസ് പ്രസിഡന്റ് AC രവികുമാർ, SMC ചെയർമാൻ സയ്യിദ് ഉമർ, MPTA ചെയർപേഴ്സൺ റംല ഗഫൂർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നരിക്കുനി. വായനാ ദിനം സമുചിതമായി ആചരിച്ച് ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കുട്ടികളും അധ്യാപകരും കവിതകൾ ആലപിച്ചു. എഴുത്തുകാരൻ രാധാകൃഷ്ണൻ എടച്ചേരി ഉദ്ഘാടനം ചെയ്തു. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷത്തെ വായനാ ദിനം ആചരിച്ചു. അധ്യാപകനും എഴുത്തുകാരനുമായ രാധാകൃഷ്ണൻ എടച്ചേരി വായനാ ദിനവും വിദ്യാരംഗം കലാസാഹിത്യവേദിയും ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചു. ചുവപ്പും അജന്തയുമേ വേണ്ടി വന്നുള്ളൂ, വീടിനെയുണ്ടാക്കി വെച്ചു, എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പച്ചയെഴുതു ചെയ്യണം. നീലകൊണ്ടാകാശവും കടലും വരച്ചു, ആനയെ കട്ടിക്കറുപ്പാൻ പൂച്ചയ്ക്കുചാരം തികഞ്ഞു,
പശുവിനു വെള്ളയിൽ പുള്ളി നിറഞ്ഞു ചുവപ്പും അജന്തയുമേ വേണ്ടി വന്നുള്ളൂ വീടിനെ കാത്തിവച്ചു. ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ഓങ്കാരനാഥൻ അധ്യക്ഷത വഹിച്ചു. SRG കൺവീനർ ഉഷ, സീനിയർ അസിസ്റ്റന്റ് വസുമതി, ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളത്തിലെ പ്രശസ്തരായ കവികളുടെ കവിതകൾ കുട്ടികൾ ആലപിച്ചു. അധ്യാപകരായ ഹരികൃഷ്ണൻ, ഉഷ, നിഷ എന്നിവരും കവിതകൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലൈബ്രറി കെട്ടിടം കയ്യേറി എന്ന പ്രചരണം വാസ്തവവിരുദ്ധമാണെന്ന് കേരള സാംബവർ സൊസൈറ്റി. ഈ ആരോപണത്തിന് പിന്നിൽ കെട്ടിടം ആക്രമണ കേസിലെ പ്രതികളാണെന്നും ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പെട്ടെന്ന് കയറി വന്ന സംഘടനാ പ്രവർത്തകരാണ്. കേരള സാംബവർ സൊസൈറ്റി ജില്ലാ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചത് 1979 അന്നു മുതൽ ഇന്ന് വരെ ഈ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലൈബ്രറി കെട്ടിടം ഞങ്ങൾ കയ്യേറിയതാണ് എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ ഇപ്പോൾ വന്ന് മാധ്യമപ്രവർത്തകർ മുമ്പിൽ വന്നിട്ട് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അതുപോലെ മറ്റു പ്രവർത്തകരോടും ഞങ്ങളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നിയമപരമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. കേരള സാംബവർ സൊസൈറ്റി ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ലൈബ്രറി കെട്ടിടം കയ്യേറിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതവും വാസ്തവ വിരുദ്ധവുമാണെന്ന് ജില്ലാ പ്രസിഡന്റ് PB ശ്രീധരൻ, ജില്ലാ സെക്രട്ടറി സതീഷ് പാറന്നൂർ തുടങ്ങിയവർ പറഞ്ഞു. തങ്ങളുടെ ജില്ലാ കമ്മിറ്റി നിലനിൽക്കെ സംഘടന ചട്ടങ്ങൾ പാലിക്കാതെയും പ്രാഥമിക അംഗത്വം പോലുമില്ലാതെയും മറ്റൊരു സംഘത്തെ ജില്ലാ കമ്മിറ്റിയായി തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നതുമായി ബന്ധപ്പെട്ട കേസും കെട്ടിടം പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഒത്താശയോടെ കെട്ടിടഭൂമിയുടെ എഗ്രിമെന്റ് നിലവിലെ നിയമങ്ങൾ മറികടന്ന് സിവിൽ കേസ് എതിർകക്ഷികൾക്ക് നൽകിയതിനെതിരെയുള്ള കേസും നിലനിൽക്കെ കെട്ടിടം കയ്യേറിയെന്ന വ്യാജ പ്രചരണങ്ങൾക്കും അപകീർത്തിപ്പെടുത്തലിനും പുറകിൽ പൊതുപ്രവർത്തകൻ കൂടിയായ സതീഷ് പാറന്നൂർ ഇടപെട്ട ചില പൊതുവിഷയങ്ങളിൽ നിന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അവർ വിശദീകരിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ ട്രഷറർ K ദേവയാനി, വനിതാ സമാജം ജില്ലാ പ്രസിഡന്റ് P സുജാത തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ജൻ അഭിയാൻ സേവാ ട്രസ്റ്റിന്റെയും വോയിസ് ഓഫ് വേങ്ങേരിയുടെയും ആഭിമുഖ്യത്തിൽ വേങ്ങേരി വില്ലേജിലെ ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാന അക്ഷയശ്രീ കുട്ടി കർഷക അവാർഡ് നേടിയ ദേവിക KP, LLB എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് ഹോൾഡ് ജേതാവായ അപർണ KM എന്നിവരെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. ജില്ലാ റിട്ടയർഡ് സെഷൻസ് ജഡ്ജ് KK കൃഷ്ണൻകുട്ടി പയമ്പ്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേങ്ങേരി ഗവൺമെന്റ് SP സ്കൂളിൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റ് രാംദാസ് വേങ്ങേരി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർമാരായ KC ശോഭിത, P നിഖിൽ എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം നൽകി. പത്മനാഭൻ വേങ്ങേരി, M ഷിനോദ് കുമാർ, ഡോക്ടർ VS സുജേഷ്, ഷക്കീന മജീദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് 20ഓളം നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ് വിതരണവും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് KSU. SLRC ലേഡീസ് വിംഗ് 1ാം വർഷ ബാച്ചിന്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ആചാര്യ ശ്രീ രാജേഷ് നയിക്കുന്ന വേദപുഷ്പം യൂട്യൂബ് വേദസൂക്ത പഠന പദ്ധതിയുടെ 100ാം ദിവസ ആഘോഷം നടന്നു. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച KP സക്കീറിന് INTUC-യുടെ സ്വീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.